പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 281 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ഓർമ്മകൾക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ സിപ്രിയനെ കുറിച്ചാണ്. 3-ാം നൂറ്റാണ്ടിൽ ഉത്തരാഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു സിപ്രിയൻ. ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കാർത്തേജിലെ പ്രഗത്ഭ പ്രഭാഷകനായ പ്രാകൃത ദൈവനിഷേധിയായിരുന്ന തേഷ്യസ് കസീലിയന് സിപ്രിയാനസ് കാർത്തേജിൽ അഭിഭാഷകർക്കിടയിൽ പേരെടുത്തിരുന്ന സിപ്രിയൻ വാക്ചാതുര്യത്തിൻ്റെയും കുലീനമായ പെരുമാറ്റത്തിൻ്റെയും പേരിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. AD 246 അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത്. ഗണ്യമായ സ്വത്തിൻ്റെ ഉടമയായിരുന്ന സിപ്രിയൻ ജ്ഞാനസ്നാനത്തെ തുടർന്ന് തൻ്റെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം ദരിദ്രർക്ക് ദാനം ചെയ്തു. താമസിയാതെ 248 വൈദികനായും നഗരത്തിൻ്റെ മെത്രാനായും വാഴിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കുള്ള ആത്മീയതയും ആഴമായ ബോധ്യങ്ങളുമുള്ള ഒരു എഴുത്തുകാരൻ്റേതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതികൾ. ആഫ്രിക്കയിലെയും ഇറ്റലിയിലെയും മതവിപരീത പ്രസ്ഥാനങ്ങളെ തടഞ്ഞ് സഭയുടെ ഐക്യം സംരക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിശ്വാസദംസകരായ ക്രിസ്ത്യാനികളെ തിരിച്ചെടുക്കുന്നതിന് സഹായകരമായ വിധത്തിൽ സഭയുടെ അച്ചടക്ക സംഹിത രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദേശീയൻ പീഡനകാലത്ത് നാടുവിട്ട് ഒളിവിലായിരുന്നതുകൊണ്ട് കത്തുകൾ മുഖേന സഭയെ നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 258 വലേറിയൻ പീഡനത്തിൽ ഇദ്ദേഹം വധിക്കപ്പെട്ടു. ആരാച്ചാർക്ക് 25 പവൻ കൊടുത്ത ശേഷം സ്വന്തം ജനമധ്യയെ വെച്ചാണ് ഇദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. വിശുദ്ധ ജെറോം ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് പ്രകാരമാണ്: കേവലം ബാഹ്യസ്പർശിയായി മാത്രമേ അദ്ദേഹത്തിന്റെ മഹത്വം വർണ്ണിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം സൂര്യനേക്കാൾ പ്രകാശപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഒരു ശ്രേഷ്ഠ സഭാപിതാവായിട്ടാണ് സിപ്രിയൻ സഭയിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രചനകളെല്ലാം സാർവത്രികമായി ബഹുമതിക്കപ്പെടുകയും സർവ്വസാധാരണമായി സഭാ ആസ്ഥാനങ്ങളിൽ വായിക്കപ്പെടുകയും ചെയ്യുന്നു. ദ യൂണിറ്റി ഓഫ് ദ ചർച്ച് ഓൺ അപ്പോസ്റ്റേറ്റ്, എ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ്, ദി ലോർഡ്സ് പ്രേയേഴ്സ്, ഓൺ ദ വാല്യൂ ഓഫ് പാഷ്യൻസ് എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ സുപ്രധാനമായ രചനകൾ. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. അറിയില്ല എന്നുള്ള തിരിച്ചറിവാണ് അറിവിന്റെ ലോകത്തേക്കുള്ള ആദ്യ കവാടം. നാം അഭ്യസിച്ച ഓരോ അറിവും നമ്മെ ലാളിത്യത്തിൽ നിന്നും ലാളിത്യത്തിലേക്ക് നയിച്ച് ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ മനുഷ്യനായി സ്വയം അനുഭവപ്പെടണം. എല്ലാം അറിയുമെന്ന അഹന്തയെയും മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാമെന്ന മൗഢ്യധാരണകളെയും ആഴിയിലൊഴുക്കി കളയുക. അറിവിന്റെ കാര്യത്തിൽ ആരും നമുക്ക് പുറകിലല്ലെന്ന് മനസ്സിലാക്കുക. അറിവ് മനുഷ്യന്റെ സഞ്ചാര വഴിയിൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശം പരത്തുന്ന വഴിവിളക്കാണ്. അത് കൃത്യമായ ദിശ നൽകി അവനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. ഏവർക്കും നന്ദി.